നമ്മൾ മലയാളികളുടെ അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യക്കാരുടെ ചില മര്യാദകൾ, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകളാണ് പലപ്പോഴും ചർച്ചയായി മാറുന്നത്. സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായ അവിടുത്തെ ഏറ്റവും വലിയ നഗരമാണ് സൂറിച്ച് എന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് സൂറിച്ചിലെ ഒരു ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയിൽ നിന്ന് ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികൾ ഭക്ഷണം പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയ സംഭവം സുമിത് എന്ന യുവാവ് എക്സിൽ പങ്കുവെക്കുന്നത്. അവിടുന്ന് ഭക്ഷണം പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് പ്രത്യേക നിർദ്ദേശമുണ്ടായിട്ടും ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ മോശം സ്വഭാവത്തെക്കുറിച്ചാണ് ആ പോസ്റ്റിൽ പറയുന്നത്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം അവർ ഒഴിഞ്ഞ പാത്രങ്ങളിൽ പഴങ്ങളും തൈരും പുഴുങ്ങിയ മുട്ടകളും നിറച്ചു വെച്ചുവെന്നും അത് പുറത്തേക്ക് ബാഗിൽ എടുത്തുകൊണ്ടുപോയെന്നും ആ കുറിപ്പിൽ പറയുന്നു. എന്നാൽ ഡൈനിങ് ഏരിയയിൽ അതിഥികൾ ഭക്ഷണം പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന് ബുഫയുടെ പ്രവേശന കവാടത്തിലെ ബോർഡിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടെന്നാണ് ആ യുവാവ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ പെരുമാറ്റം കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുകയും ഞെട്ടുകയും ചെയ്തു. ആ ഇന്ത്യൻ കുടുംബം സ്വിറ്റ്സർലൻഡ് യാത്രയിലായിരുന്നു. അവർ ടൂറിസ്റ്റുകളായിരുന്നു. അവർ വലിയൊരു തുക തന്നെ ആ ട്രിപ്പിനായി നൽകിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നിട്ടും ഈ മോശം കാര്യത്തിലൂടെ വിദേശികൾ ഇന്ത്യക്കാരെ വെറുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ കാണിച്ചു തന്നു എന്നാണ് സുമിത്ത് പറയുന്നത്. ഇത് വളരെ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്ന് പലരും പോസ്റ്റിന് താഴെ കമന്റുകളും ഇട്ടിരുന്നു. എന്നാൽ ചിലർ ഈ ഇന്ത്യൻ കുടുംബത്തെ ന്യായീകരിച്ചിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഹോട്ടൽ ബുഫേകളിൽ നിന്ന് പഴങ്ങളോ ലഘുഭക്ഷണങ്ങളോ രഹസ്യമായി കൊണ്ടുപോകുന്നത് തങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇന്ത്യക്കാർ ചെയ്യുമ്പോൾ മാത്രം അത് വലിയ വാർത്തയാകുന്നു എന്നാണ് അവരുടെ പരാതി. സ്വിറ്റ്സർലൻഡ് യാത്രയ്ക്കിടെ ഒരു ഹോട്ടലിലെ അനുഭവം പങ്കുവച്ച ഇന്ത്യൻ ഡോക്ടറുടെ കുറിപ്പും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായി ഹോട്ടലിൽ കണ്ട ഒരു നോട്ടീസിനെ പറ്റി ഹർഷിത് എന്ന ഡോക്ടറാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കിട്ടത്. ബുഫേയിൽ ഭക്ഷണങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് പോകരുതെന്നാണ് ഇന്ത്യക്കാരെ പ്രത്യേകമായി അഭിസംബോധന ചെയ്ത് നോട്ടീസ് അടിച്ചിരുന്നത്. ആ സന്ദേശം തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നും ആ കുറിപ്പിൽ ഹർഷിത് പറയുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുടുംബത്തോടൊപ്പം സ്വിറ്റ്സർലൻഡിലായിരുന്നു. ഹോട്ടൽ മുറിയുടെ വാതിലിന് പിന്നിൽ ഒരു നീണ്ട സന്ദേശമുണ്ടായിരുന്നു. ബുഫേയിലെ ഭക്ഷണങ്ങൾ പാക്ക് ചെയ്തെടുക്കരുത്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകം പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങൾ തരാം എന്നാണ് അതിൽ എഴുതിയിരുന്നത്. ഹോട്ടൽ ബുഫേകളിൽ പലപ്പോഴും അൺലിമിറ്റഡ് എന്ന് പരസ്യപ്പെടുത്താറുണ്ടെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമില്ല. അൺലിമിറ്റഡിന്റെ അർത്ഥം അത് ബാഗിൽ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയി ജീവിതകാലം മുഴുവൻ സൗജന്യ ഭക്ഷണം കഴിക്കാമെന്നല്ല. അങ്ങനെ ഒരു നോട്ടീസ് വെച്ചതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. എന്നാൽ എന്നെ വേദനിപ്പിച്ചത് അതല്ല. ആ നോട്ടീസിൽ ആരുടെ പേരും വെക്കാമായിരുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കുമായിട്ടുള്ള ഒരു പൊതു നോട്ടീസ് ആക്കാമായിരുന്നു. എന്നാൽ അവിടെ പ്രത്യേകമായി പ്രിയപ്പെട്ട ഇന്ത്യക്കാരെ എന്ന് അഭിസംബോധന ചെയ്തിരുന്നു. അതാണ് തനിക്ക് ഏറെ സങ്കടമായതെന്നും ആ ഡോക്ടർ കുറിപ്പിൽ പറയുന്നു. ബുഫേയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പാർസൽ ആയിട്ട് എടുക്കാതിരിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയാണ്. അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോട് കാര്യം പറഞ്ഞാൽ അവർ എടുത്തു തരും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പാഴ്സലായിട്ട് ഫുഡ് പൊതിഞ്ഞ് എടുക്കുന്നവർ അവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ ഐറ്റം തന്നെയാകും എടുക്കുന്നത്. ഇത് നടത്തുന്നവർക്ക് പിന്നീട് അത് റീഫിൽ ചെയ്യാനും ഏറെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് എല്ലാവരും ചെയ്യുന്നു എന്നല്ല, എന്നാൽ ചിലർ അങ്ങനെ തീർച്ചയായും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് പല നാടുകളിലും ഹോട്ടൽ മാനേജ്മെന്റിന് അവിടെ ബോർഡുകൾ തൂക്കേണ്ടി വരുന്നത്.